നമസ്കാരം, ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം ട്രിവാൻഡ്രം. മാർച്ച് 24 നമ്മൾ ലോക ക്ഷയരോഗ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ വർഷത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB, അതായത് നമുക്ക് TB നിർമ്മാർജ്ജനമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം TB എന്ന രോഗത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. നമ്മളും ഈ സമൂഹവും ഡോക്ടർമാർ മാത്രമല്ല, സമൂഹവും ഈ TB നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 2 ആഴ്ചയ്ക്ക് മുകളിലുള്ള ചുമയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ TBയുടെ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. TBയുടെ ടെസ്റ്റ് സർക്കാർ ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും പല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ടും കഫമാണ് പരിശോധിക്കുന്നത്. കഫത്തിലെ TBയുടെ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് TB ഉണ്ടോ ഇല്ലയോ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ നമുക്ക് ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ കഫത്തിൽ മാത്രമല്ല TB ഉണ്ടാകാനുള്ള സാധ്യത. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും TB ഉണ്ടാകാം. നമ്മുടെ തലമുടിയും നഖവും ഒഴിച്ച് ബാക്കി ഏത് അവയവത്തിലും നമുക്ക് TB ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് TBയുടെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടാണ് അത് തോന്നുന്നതെങ്കിൽ നമ്മൾ കഫമാണ് പരിശോധിക്കുന്നത്. എന്നാൽ നമ്മൾ ശ്വാസകോശത്തിൻ്റെ വെളിയിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്ക് നട്ടലിനാണെങ്കിൽ നട്ടലിന്ന് കുത്തിയെടുത്ത് പരിശോധിക്കാം. നമുക്ക് കഴലയുടെ വീക്കമാണെങ്കിൽ നമുക്ക് ആ ലിംഫ് നോഡ് എടുത്ത് നമുക്ക് കഴലയെടുത്ത് നമുക്ക് ടെസ്റ്റിന് അയക്കാവുന്നതാണ്. നമുക്ക് നെഞ്ചിൽ നീർക്കെട്ടായിട്ടാണ് വരുന്നതെങ്കിൽ ആ നീരിനെ എടുത്ത് ടെസ്റ്റിന് അയക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതലും നമ്മൾ ശ്വാസകോശത്തിലെ TBയിൽ നമ്മൾ കൂടുതലും കഫത്തിൻ്റെ പരിശോധന നമ്മൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ കഫത്തിൽ നമ്മുടെ TBയുടെ അണുബാധ കണ്ടുവന്നിരിക്കട്ടെ, നമ്മൾ എന്താണ് അടുത്ത ചെയ്യേണ്ടത്? നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സർക്കാർ ആശുപത്രികളിലും നമ്മുടെ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പിന്നെ തിരഞ്ഞെടുത്ത കുറച്ച് പ്രൈവറ്റ് ആശുപത്രികളിലും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ TBയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് നമ്മൾ TB ഡയഗ്നോസ് ചെയ്താൽ നിങ്ങൾ എവിടെ നിന്നാണ് അത് ഡയഗ്നോസ് ചെയ്തത്? അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലാണോ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണോ? പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നാണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി നമ്മുടെ TBയുടെ നമ്മുടെ അടിയിൽ വരുന്നതാണെങ്കിൽ അവിടുന്ന് തന്നെ നമുക്ക് മരുന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. ഈ 6 മാസമാണ് ഇതിൻ്റെ ചികിത്സ. ഈ 6 മാസം ഫ്രീ ആയിട്ട് തന്നെയാണ് മരുന്ന് ലഭിക്കുന്നത്. അതല്ല, ഇപ്പോൾ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക്, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്, പക്ഷെ നമുക്ക് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് വേണമെന്ന് വെച്ചാൽ അവിടത്തേക്ക് എഴുതി തരികയും ആ സർക്കാർ ആശുപത്രിയിൽ നിന്ന് തുടർന്ന് മരുന്ന് എടുക്കാവുന്നതുമാണ്. മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് പോലത്തെ അത്രയും വീര്യം കൂടിയ മരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. അത് എത്ര എണ്ണം കഴിക്കണം എന്നുള്ളത് നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. വെയിറ്റ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ബാൻഡ് എന്ന് പറയും. വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ മരുന്നിൻ്റെ ഡോസേജ് നമ്മൾ തീരുമാനിക്കുന്നത്. വെയിറ്റ് കുറവുള്ളത് ഏറ്റവും കുറഞ്ഞത് 3 ഡോസും 75 കിലോയ്ക്ക് മുകളിലുള്ള വെയിറ്റ് ബാൻഡിലാണ് വരുന്നതെങ്കിൽ 6 ഡോസും മരുന്നുമാണ് ദിവസവും കഴിക്കേണ്ടത്. ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിഡ്നിയുടെ ഫങ്ഷൻ, ലിവർ ഫങ്ഷൻ, കണ്ണ് എന്നിവ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം ഇതിനെയൊക്കെ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു മരുന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളയുന്നു എന്ന് വിചാരിക്കുക, അത് നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വീണ്ടും ഈ TBയുടെ അണുബാധ ശരീരത്തിന് വേറെ എവിടെയെങ്കിലും വരാനുള്ള സാധ്യത വളരെ കൂടുകയും അതോടൊപ്പം തന്നെ റെസിസ്റ്റൻറ്റ് TB, അതായത് മരുന്നിനോട് സാധാരണ നമ്മൾ TB മരുന്നിനോട് പ്രതികരിക്കാത്ത TB വരാനുള്ള സാധ്യത മുന്നോട്ട് വരികയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് TB എന്നത് നമുക്ക് ചികിത്സിച്ച് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു രോഗമാണ്. അതിന് പറയുന്ന അനുസരിച്ച് കൂടുതലും 6 മാസമാണ് അതിൻ്റെ ചികിത്സ. എന്നാൽ ചില TBകൾ, ഇപ്പോൾ നട്ടെല്ലിലെ TB, ബോൺ TB എന്നതിലൊക്കെ നമ്മൾ ചിലപ്പോൾ 9 മാസം മുതൽ 12 മാസം വരെ നമ്മൾ TBയുടെ മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ TB എന്ന് പറയുന്നത് പേടിക്കാനുള്ളൊരു രോഗമല്ല. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്കത് നിർമ്മാർജ്ജനം ചെയ്യാൻ തന്നെ സാധിക്കും. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നൊരു രോഗം തന്നെയാണ് TB. നന്ദി, നമസ്കാരം.